ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഈ വീഡിയോയിലൂടെ അല്ലെങ്കിൽ ഇന്ന് വീഡിയോയുമായിട്ട് വരാൻ കാരണം, മോഡിക്കെയർ ബിസിനസ് അവസരത്തിലേക്ക് വന്നു. ₹1 പോലും ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ അവനവന്റെ ഒഴിവ് സമയം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നൊരു അവസരം. ഇങ്ങനെ ഒരു അവസരത്തിലേക്ക് വന്നു ഇവിടെ നിന്നിട്ട് എന്തും നേടിയെടുക്കാൻ സാധിക്കുന്ന, ജീവിതത്തിലെ സ്വപ്നങ്ങൾ എന്തൊക്കെയുണ്ടോ അത് മുഴുവനും നേടിയെടുക്കാൻ പറ്റുന്നൊരു വലിയ മനോഹരമായ അവസരം. ഈ അവസരത്തിലേക്ക് നമ്മൾ വന്നു. ഇത് നേടിയെടുക്കാൻ വേണ്ടി ഒരു 4R പ്രിൻസിപ്പിൾ ഉണ്ട്. 4R പ്രിൻസിപ്പിൾ. ആ 4R പ്രിൻസിപ്പിൾ എന്താണെന്ന് നമുക്ക് ഇന്നൊന്ന് പരിശോധിക്കാം. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ റീപ്ലേസ്. നമ്മൾ ഇത്രയും കാലാകാലങ്ങളായിട്ട്, വർഷങ്ങളായിട്ട് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബ്രാൻഡ് ഉണ്ടാവും. പലതരത്തിലുള്ള ബ്രാൻഡുള്ള ഉൽപ്പന്നങ്ങളാണ് നമ്മൾ വാങ്ങി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. പല ഷോപ്പുകളിൽ നിന്നാണ് നമ്മൾ പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ഷോപ്പ് ഒന്ന് മാറ്റുക, ആ പ്രൊഡക്ട്സ് ഒന്ന് മാറ്റുക, റീപ്ലേസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണാം, ഈ പ്രൊഡക്ട്സുകളൊക്കെ ഇതെൻ്റെ ഷോപ്പാണ്. ഞാൻ ഈ പ്രൊഡക്ട്സിന് മോഡിക്കെയർ ബിസിനസ്സിലേക്ക് വന്നതിന് ശേഷം ഞാൻ ചെയ്തത്, ഞാൻ ഇത്രയും കാലം വാങ്ങി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സോപ്പ് ഒന്ന് മാറ്റി മോഡിക്കെയറിന്റെ സോപ്പ് ഉപയോഗിച്ചു. എൻ്റെ വീട്ടിൽ ഉപയോഗിക്കുന്ന ചായപ്പൊടി, ടീ പൗഡർ ഞാൻ ചേഞ്ച് ചെയ്തു. ഇങ്ങനെ നമ്മുടെ വീട്ടിലെ എല്ലാ സാധനങ്ങളും, ക്ലീനിങ് പ്രൊഡക്ട്സുകൾ എല്ലാം നമ്മളൊന്ന് റീപ്ലേസ് ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. നമ്മൾ പ്രൊഡക്റ്റ് ഓഫ് ദ പ്രൊഡക്റ്റ്, നമ്മൾ ഈ റീപ്ലേസ്മെന്റ് നടക്കുന്നതോടുകൂടി നമ്മൾ ആവുന്നത് പ്രൊഡക്റ്റ് ഓഫ് ദ പ്രൊഡക്റ്റ് ആണ്. നമ്മുടെ പ്രൊഡക്ട്സിന്റെ ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മളായി മാറും. അപ്പോൾ മാത്രമേ നമുക്കൊരു കോൺഫിഡൻസോട് കൂടി നമ്മൾ ഉപയോഗിച്ച പ്രൊഡക്ട്സിന്റെ ആ ഒരു ഫീലിംഗ് ഉണ്ടാവും, നമ്മൾ അനുഭവിച്ച ആ ഒരു സാറ്റിസ്ഫാക്ഷൻ. ആ സാറ്റിസ്ഫാക്ഷനോട് കൂടി, അഭിമാനത്തോടു കൂടി നമുക്ക് ആളുകളെ ഈ ബിസിനസ്സിലേക്ക് ഇൻവൈറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ഈ റീപ്ലേസ്മെന്റ് ഫസ്റ്റ് നടത്തണം. ഇത് നടത്തിയതിനു ശേഷം മാത്രമേ നമുക്ക് ആളുകളെ ഈ അവസരത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. കോൺഫിഡൻസോട് കൂടി നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പൊ ഈ ഏത് ഉൽപ്പന്നങ്ങളും, ഇപ്പൊ നമുക്കറിയാം, നമ്മുടെ പേസ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ സോപ്പ് അല്ലെങ്കിൽ ടോയ്ലറ്റ് ക്ലീനർ അല്ലെങ്കിൽ ഹെയർ ഓയിൽ, ഇങ്ങനെ വരുന്ന ഏത് ഉൽപ്പന്നങ്ങളും, ടോയ്ലറ്റ് ക്ലീനർ, ക്ലീനിങ് പ്രൊഡക്ട്സുകൾ, വണ്ടർ ഡ്രോപ്പ്, ഇങ്ങനെ ഏത് പ്രൊഡക്ട്സുകളും നമുക്ക് എന്ത് ചെയ്യാം, നമുക്കൊന്ന് റീപ്ലേസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം. ദെൻ 4R പ്രിൻസിപ്പിളിലെ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ റീറ്റെയിൽ. റീറ്റെയിൽ മീൻസ് ഇവിടെ രണ്ട് രീതിയിൽ നമുക്ക് ഇതിനെ കാണാം. മോഡിക്കെയറിന്റെ ഉൽപ്പന്നങ്ങൾ, കാരണം ബിസിനസ് ചെയ്യാൻ താല്പര്യമില്ലാത്ത ആളുകളുണ്ടാവും നമ്മുടെ അറിവിലൊക്കെ. കുടുംബത്തിലുണ്ടാവും, അയൽവക്കത്തുണ്ടാവും, സുഹൃത്തുക്കളുണ്ടാവും, അറിയുന്നവരും അറിയാത്തവരുണ്ടാവും. അപ്പൊ ബിസിനസ് ചെയ്യാൻ താല്പര്യമില്ലാത്ത ആളുകളെ ഒരു കസ്റ്റമർ ആക്കിക്കൊണ്ട് നമുക്ക് അവർക്ക് റീറ്റെയിൽ ചെയ്യാം. ഈ റീറ്റെയിൽ ചെയ്യുന്നതിലൂടെ രണ്ട് ഗുണങ്ങളാണ് നമുക്ക് കിട്ടുന്നത്. ഒന്ന്, ഒരു പക്ഷേ ബിസിനസ്സിലേക്ക് വരുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയൊരു വരുമാനമോ കാര്യങ്ങളൊന്നും നമുക്ക് ചിലപ്പോൾ ബിസിനസ് എന്നതിന്റെ പേരിൽ ബോണസിലൂടെ നമുക്ക് കിട്ടാനായിട്ടുണ്ടാവില്ല. നമ്മൾ അങ്ങനെ ഒരു അച്ചീവ്മെന്റിലേക്ക് എത്തിയിട്ടുണ്ടാവില്ല. ആ സമയത്ത് നമ്മളെ പിന്തുണക്കുന്ന, നമ്മൾക്ക് താൽക്കാലികമായിട്ടെങ്കിലും നമുക്ക് ഒരു ആശ്വാസം നൽകുന്ന ഒരു റീറ്റെയിൽ മാർജിൻ, റീറ്റെയിൽ പ്രോഫിറ്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി എന്തിനു സാധിക്കും? ഈ റീറ്റെയിലിങ്ങിന് സാധിക്കും. അപ്പോൾ എല്ലാവർക്കും ചിലപ്പോൾ ഇതിന്റെ ആവശ്യം ഉണ്ടാവണമെന്നില്ല. ആവശ്യമുള്ളവർക്ക് ഇത് ഈ രീതിയിൽ റീറ്റെയിൽ ചെയ്യാൻ പറ്റും. ഇനി റീറ്റെയിലിൽ വേറൊരു ഗുണമുണ്ട്. അവിടെ റീറ്റെയിൽ മീൻസ് അവിടെ ഷെയർ ദ പ്രൊഡക്ട്സ് എന്നാണ്. ഷെയർ ദ പ്രൊഡക്ട്സ്, അതായത് ഈ പ്രൊഡക്ട്സിനെ അറിയാത്ത ആളുകൾക്ക് ഇങ്ങനെ ഇത്രയും നല്ല ക്വാളിറ്റി ഉള്ള ഉൽപ്പന്നങ്ങൾ ഒരു കസ്റ്റമർക്ക് പോലും 6 തരം ബെനിഫിറ്റ്സിലൂടെയാണ് ഈ പ്രൊഡക്ട്സുകൾ ലഭിക്കുന്നത്. അപ്പോൾ അത് അറിയാത്ത ആളുകൾക്ക് ഈ പ്രൊഡക്ട്സിനെ പരിചയപ്പെടുത്തി കൊടുത്തുകൊണ്ട് അവർക്കൊന്ന് ആദ്യം അവരൊന്ന് യൂസ് ചെയ്യട്ടെ. ദെൻ അവർക്ക് ചിലപ്പോൾ പക്ഷേ ഈ ബിസിനസ്സിലേക്ക് എൻ്റർ ചെയ്യാൻ അവർക്ക് താല്പര്യപ്പെടും, പ്രൊഡക്ട്സ് ഉപയോഗിച്ചു അതിന്റെ ക്വാളിറ്റി മനസ്സിലാക്കിയതിനു ശേഷം. അപ്പൊ ആ രീതിയിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നമ്മുടെ പ്രൊഡക്ട്സിനെ ആളുകൾക്ക് നമുക്ക് പരിചയപ്പെടുത്തി കൊടുക്കാം. ഏത് പ്രൊഡക്ട്സും നിങ്ങൾ ഇതൊന്ന് ഉപയോഗിക്കൂ, നിങ്ങൾ ഇതിന്റെ ക്വാളിറ്റി ജസ്റ്റ് ഉപയോഗിച്ച് നോക്കൂ. ഞാൻ ഏകദേശം ഇത്ര മാസമായി, ഇത്ര വർഷമായിട്ട് ഞാൻ ഈ പ്രൊഡക്റ്റുകൾ വാങ്ങി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ഐ എം റിയലി സാറ്റിസ്ഫൈഡ്. അപ്പൊ നിങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കസ്റ്റമർ ആയിട്ട് തുടരാം. അതല്ല നിങ്ങൾക്ക് ബിസിനസ്സിലേക്ക് വരണമെങ്കിൽ ബിസിനസ്സിൽ വരാം. അപ്പൊ ഇത് റീറ്റെയിൽ എന്ന് പറയുന്ന ഒരു ആണ് നമ്മൾ രണ്ടാമത് ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ 4R പ്രിൻസിപ്പിളിലെ മൂന്നാമത്തെ R എന്ന് പറഞ്ഞാൽ റിക്രൂട്ട്. ബിസിനസ് വേണം, വരുമാനം വേണം, ഒരു എക്സ്ട്രാ വരുമാനം വേണം, ഒരു പാസീവ് ഇൻകം വേണം. ഇങ്ങനൊന്നും ആയാൽ പോരാ. ചെലവുകൾ കൂടിക്കൊണ്ടിരിക്കുന്നത്, ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. അവരെ നമുക്ക് ഈ അവസരത്തിന്റെ വലിപ്പം പറഞ്ഞുകൊണ്ട്, ഈ അവസരത്തിന്റെ ഒരു ബ്യൂട്ടി മനസ്സിലാക്കി കൊടുത്തുകൊണ്ട്, ഇതിന്റെ ഒരു ഡെപ്ത്, ഇതിന്റെ ഒരു ഫ്യൂച്ചർ മനസ്സിലാക്കിക്കൊണ്ട് അവരെ നമ്മൾ ബിസിനസ്സിലേക്ക് റിക്രൂട്ട് ചെയ്യുക. ഒരു വലിയൊരു ടീമിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. ചെറിയ ടീമിൽ നിന്ന് നമ്മളെല്ലാം കൂടി ആലോചിച്ച് നോക്കണ്ട. 1ൽ നിന്ന് നമ്മൾ 2 കണ്ടെത്തുക, 2ൽ നിന്ന് നമ്മൾ 4 കണ്ടെത്തുക. ഈ രീതിയിൽ ഒരു വലിയ നെറ്റ്വർക്കിന്റെ ഭാഗമാവാൻ നമ്മൾ ശ്രമിക്കുക, വലിയൊരു ടീമിന്റെ ഭാഗമാവാൻ നമ്മൾ നോക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് റിക്രൂട്ട്. നമ്മൾ ആളുകളെ റിക്രൂട്ട് ചെയ്യുക. ഇത് അവസരത്തെ പരിചയപ്പെടുത്തിക്കൊണ്ട് ആളുകളെ നമ്മൾ ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവരിക. അവർക്കൊരു അവസരം കൊടുക്കുക. നമ്മളൊരു ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡർ ആയിട്ട് നമ്മൾ മാറുക.
കാരണം ഏതൊരാളും ആഗ്രഹിക്കുന്നതാണ് ഒരു എക്സ്ട്രാ വരുമാനം, ഏതൊരാളും ആഗ്രഹിക്കുന്നതാണ് ഒരു പാസീവ് ഇൻകം. നിർഭാഗ്യവശാൽ പലരും ഈ ബിസിനസ്സിലേക്ക് കടന്നു വരാത്തതിന്റെ കാരണം അവർക്ക് ഇതിന്റെ ഒരു ബ്യൂട്ടി മനസ്സിലാക്കാൻ അല്ലെങ്കിൽ ഇതിന്റെ ഫ്യൂച്ചർ മനസ്സിലാക്കാൻ അവർക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. നമ്മുടെ വെല്ലുവിളിയും ഇത് തന്നെയാണ്. ആളുകളുടെ ഇത്തരം വിഷയത്തിൽ നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിനെ കുറിച്ച്, മോഡിക്കറെ കുറിച്ച് ആളുകളുടെ അറിവില്ലായ്മ പരിഹരിക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഒരു എന്താ പറയാ, നമ്മുടെ ഒരു ടാർഗറ്റ് അല്ലെങ്കിൽ നമ്മുടെ ഒരു വെല്ലുവിളി എന്നുള്ളത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് 4R പ്രിൻസിപ്പിളിലെ 4ാമത്തെ R എന്ന് പറഞ്ഞാൽ റീചാർജ്. അതായത് നമുക്കറിയാം നമ്മളുടെ മൊബൈൽ ഒരു അതിന്റെ ചാർജ് ഒന്ന് കഴിഞ്ഞാൽ അതിനെ വീണ്ടും റീചാർജ് കഴിഞ്ഞാൽ ഓഫായി. നമ്മളും നമ്മുടെ ബിസിനസ്സിലുമായിട്ട് നമുക്കറിയാം, നമ്മൾ വളരെ പാർട്ട് ടൈം ആയിട്ട് ചെയ്യുന്ന ആളുകളായിരിക്കും. ബഹുഭൂരിപക്ഷം ആളുകളും പാർട്ട് ടൈം ആയിട്ട് ചെയ്യുന്നവരാണ്. നമുക്കൊരു എക്സ്ട്രാ വരുമാനം നമുക്ക് അപ്പുറത്ത് ഒരു അഡീഷണൽ നമുക്കൊരു ഇൻകം നമുക്ക് ഓൾറെഡി മറ്റു പല സ്ഥലങ്ങളിൽ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പൊ അവിടെ തന്നെ ഇവിടേക്ക് നമ്മളുടെ ഒരു അറ്റൻഷൻ നമുക്ക് എത്താൻ, ഈ അവസരത്തിന്റെ ഒരു വലിപ്പത്തെ നമുക്കൊന്ന് ഉപയോഗപ്പെടുത്താൻ നമ്മൾ എന്ത് വേണ്ടി നമ്മൾ റീചാർജ് ചെയ്യണം. ഈ റീചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ട്രെയിനിങ് പ്രോഗ്രാമുകൾ ഉണ്ടായിരിക്കണം, ലീഡേഴ്സ് നൽകുന്ന മീറ്റിംഗുകൾ ഉണ്ടായിരിക്കണം. അപ്പൊ മീറ്റിംഗ് ആൻഡ് ട്രെയിനിങ് പ്രോഗ്രാമുകൾ നമ്മളെ റീചാർജ് ചെയ്യപ്പെടും. അപ്പൊ റീചാർജ് നമ്മളെ ചെയ്തുകൊണ്ടേയിരിക്കണം. അതിനുവേണ്ടി നമ്മൾ തയ്യാറാവും. റീചാർജ് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്താണ് നമുക്ക് വേണ്ട രീതിയിൽ ഈ ബിസിനസ്സിനെ നമുക്ക് കൊണ്ടുപോകാനും ആളുകളിലേക്ക് എത്തിക്കാനും വേണ്ടത് പഠിക്കാനും ചെയ്യാനും എല്ലാത്തിനും നമുക്ക് സാധിക്കുള്ളൂ. അപ്പോൾ നോളജ് നമ്മൾ എപ്പോഴും വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുക, നമ്മൾ നല്ല എനർജിയോടുകൂടി ഈ അവസരത്തെ ആളുകൾക്ക് എത്തിച്ചുകൊണ്ടിരിക്കുക. ഇതിനു വേണ്ടി നമ്മളെ റീചാർജ് ചെയ്യാൻ അത്യാവശ്യമാണ്. അപ്പം സുഹൃത്തുക്കളെ ഓർക്കുക, 4R പ്രിൻസിപ്പിൾ നിങ്ങൾ ഫോളോ ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ തോൽപ്പിക്കാൻ മോഡിക്കെയറിൽ ഒരാളെ കൊണ്ട് സാധ്യമല്ല. നിങ്ങൾ ഈ ബിസിനസ്സിൽ എന്താ പറയാ, ഒരു വലിയൊരു ബെഞ്ച് മാർക്ക് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളത് തീർച്ചയാണ്. മനസ്സിലാക്കുക, 4R പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വൺ റീപ്ലേസ്, നമ്മൾ ഇത്രയും കാലം ഉപയോഗിച്ചുകൊണ്ടിരുന്ന പ്രോഡക്റ്റുകൾ ഒന്ന് മാറ്റുക. റീറ്റെയിൽ, ആവശ്യ സാഹചര്യങ്ങൾക്കനുസരിച്ച് പ്രൊഡക്ട്സിനെ ആളുകൾക്ക് ഷെയർ ചെയ്യുക. ഒരു അഡീഷണൽ എക്സ്ട്രാ ഒരു താൽക്കാലികമായ ഒരു വരുമാനം നമുക്ക് ഇതിലൂടെ കണ്ടെത്താൻ സാധിക്കും. മൂന്നാമത്തെ റിക്രൂട്ട് ചെയ്യുക. ആളുകളെ വലിയൊരു അവസരത്തെ കാത്തിരിക്കുന്ന അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ വരുമാനത്തെ കാത്തിരിക്കുന്ന ഒരുപാട് പേര് ചുറ്റുമുണ്ട്. അവരിലേക്ക് നമ്മൾ ഈ അവസരത്തെ എത്തിക്കുക, അവരെ റിക്രൂട്ട് ചെയ്യുക. ദെൻ റീചാർജ്, നമ്മൾ സ്വയം റീചാർജ് ചെയ്തുകൊണ്ടിരിക്കുക. ഈ 4Rഉം വിട്ടുകൊടുക്കരുത്. സോ ഓൾ ദി ബെസ്റ്റ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ നിങ്ങളുടെ ടീമിലേക്ക് അയക്കുക, അവരെ കേൾപ്പിക്കുക. ഓക്കെ, താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്.